നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് റിമാൻഡിലായ നാളുകൾ ഓർമ്മ വെച്ച് അന്നത്തെ ജയിൽ DGP ആയിരുന്ന RC ലേഖ ജയിലിൽ വെച്ച് ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ താൻ വിശ്വസിച്ചെന്നും ദിലീപ് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നോട് സംസാരിച്ചെന്നും ലേഖ പറയുന്നു. മറുനാടൻ മലയാളിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പരാമർശം. ദിലീപിന്റെ കേസ് വന്ന സമയത്ത് ഞാൻ ജയിൽ DGP ആയിരുന്നു. ദിലീപിന്റെ കേസിൽ പൊളിറ്റിക്കൽ പ്രശ്നമുണ്ടായിട്ടില്ല. പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഞാനും വിചാരിച്ചത് വെറുതെ അങ്ങ് അറസ്റ്റ് ചെയ്തല്ലോ, എങ്കിലും പങ്കുണ്ടാവുമെന്നാണ്. ദിലീപിന് ജയിലിൽ VIP പരിഗണന കൊടുക്കുന്നു എന്ന വലിയ വാർത്തയായിരുന്നു. അത് നോക്കാനാണ് ഞാൻ ജയിലിൽ പോയത്. അപ്പോഴാണ് ദിലീപിന്റെ അവസ്ഥ ഞാൻ കണ്ടത്. ദിലീപ് വളരെ വീക്കായിരുന്നു. മാഡം എന്നെ ഇതിൽ പെടുത്തിയതാണ്. ഞാൻ പൾസർ സുനി എന്ന ആളെ കണ്ടിട്ട് പോലുമില്ല. ഓരോ പ്രാവശ്യം എന്നെക്കുറിച്ച് അപവാദം വരുമ്പോൾ അതിനെതിരെ ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നോക്കാമെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിട്ടു. ആദ്യത്തെ പ്രാവശ്യം 1.5 മണിക്കൂറോളം ചോദ്യം ചെയ്തതാണ്. സെൻകുമാർ സാറാണ് മനസ്സിലായത്. സെൻകുമാർ സാർ പോയി, ബെഹ്റ സാർ വന്നു. വീണ്ടും സന്ധ്യ മാഡം, അതായത് മുൻ DGP ആയ സന്ധ്യ, ഈ ടേക്ക് ഓവർ ചെയ്തു. മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടി ചോദ്യം ചെയ്യാതെ രാവിലെ മുതൽ രാത്രി വരെ ഇരുത്തി. വളരെ മോശമായി എൻ്റെ മുഖത്ത് നോക്കി ഉപദ്രവിക്കാൻ പോകുന്നത് മേശമേൽ അടിക്കുകയും എന്ത് ചെയ്തടാ പറയടാ, നീ അല്ലേടാ ചെയ്ത് എന്ന് പറഞ്ഞ് എന്നെ കുടുക്കിയതാണെന്ന്. സന്ധ്യ മാഡത്തെ ആരോ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ദിലീപ് എന്നോട് പറഞ്ഞു. എല്ലാം എന്നോട് വിശദീകരിച്ചു. ഞാൻ പൂജ്യത്തിൽ നിന്ന് വന്നയാളത് കൊണ്ടാണ് തിരിച്ച് എന്നെ കൊണ്ട് പോകാനുള്ള എന്നാണെന്ന ശ്രമമാണെന്ന് ദിലീപ് പറഞ്ഞു. അത് കൃത്യമാണോ എന്നറിയില്ല, തെളിയിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തോന്നി. സന്ധ്യ മാഡത്തെ ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചു. സന്ധ്യ ഇങ്ങനെ പറഞ്ഞല്ലോ, കഷ്ടമായല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശ്രീലേഖ, അയാൾ ഭയങ്കര ആക്ടറാണ്, കള്ളനാണ്, വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് സന്ധ്യ മറുപടി പറഞ്ഞെന്നും ശ്രീലേഖ പറയുന്നു.